നമസ്കാരം, ജേക്കബ് ജോർജിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹയർ സെക്കൻഡറി +1 വിഭാഗത്തിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മൾ ഏകദേശം നമ്മുടെ ക്ലാസ്സുകൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് A.J. ക്രോണിൻ എഴുതിയ ദ സെറങ് ഓഫ് റെനഗഞ്ചി എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് A.J. ക്രോണിനെ കുറിച്ച് നോക്കാം. ആരാണ് A.J. ക്രോണിൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലയളവ് ഏത് സമയം മുതൽ ഏത് സമയം വരെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്കുകൾ ഏതെല്ലാമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. A.J. ക്രോണിൻ, he was born in 1896 and died on 1981, was a Scottish novelist and physician by profession. സോ അദ്ദേഹം ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റ് ആയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ, അദ്ദേഹം ഒരു ഫിസിഷ്യനായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം. ഹിസ് മേജർ നോവൽസ് ഇൻക്ലൂഡ് ഹേറ്റേഴ്സ് കാസിൽ ഇൻ 1931, ദ സ്റ്റാർസ് ലുക്ക് ഡൗൺ 1935, ദ സിറ്റഡൽ 1937, ദ കീസ് ഓഫ് ദ കിങ്ഡം 1942, ദ ഗ്രീൻ ഇയേഴ്സ് 1944, ഷാനോൺസ് വേ 1948, എ തിങ് ഓഫ് ബ്യൂട്ടി 1956, The Judas Tree 1961, and A Song of Sixpence in 1964. So these are his major novels. So he is a prolific novelist, no doubt. His strengths as a novelist are his keen observation, graphic description, and his narrative skill. So what are his strengths as a novelist? These three are his strengths as a novelist. The first one is his keen observation about his surroundings. തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വളരെ സൂക്ഷ്മമായ നിരീക്ഷണം. സെക്കൻഡ് വൺ, ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഹി ഹാസ് ഇൻ ഹിസ് മൈൻഡ് ഇൻ ടു ദ പേപ്പർ. തൻ്റെ മനസ്സിൽ ഉള്ളതിൻ്റെ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ അദ്ദേഹത്തിന് പേപ്പറിൽ നൽകാനായിട്ട് സാധിച്ചിരുന്നു. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ക്വാളിറ്റി. ദ തേർഡ് വൺ ഈസ് ഹിസ് നരേറ്റീവ് സ്കിൽസ്. നോ ഡൗട്ട്, അദ്ദേഹത്തിൻ്റെ എഴുതി പിടിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്. സോ ദീസ് ത്രീ ആർ ഹിസ് ക്വാളിറ്റീസ് ആസ് എ novelist. The excerpt is taken from Adventures in Two Worlds, his autobiographical novel. So this excerpt, this story has been taken from his autobiographical novel named Adventures in Two Worlds, രണ്ട് ലോകത്തെ സാഹസികതകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ദ സെറങ് ഓഫ് റെനഗഞ്ചി എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള ഈ ഭാഗം. ഓക്കെ, it is an anecdote from his experience as a surgeon in the Royal Navy. അതായത് ബ്രിട്ടീഷ് റോയൽ നേവിയിൽ അദ്ദേഹം സർജനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം നേരിട്ട ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹം നേരിട്ട ഒരു അനുഭവമാണ് ഇവിടെ സ്റ്റോറിയായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് വരാം. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ വോയേജ് ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട. അതായത് ലിവർപൂളിൽ നിന്ന് കൽക്കട്ടയിലേക്കുള്ള ഒരു യാത്രയാണ്, കടൽ മാർഗമുള്ള യാത്രയാണ്. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാരെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഇറ്റ് ടെൽസ് ഹൗസ് ദ ഓതർ ആൻഡ് ദ ഹീറോ ഓഫ് ദ സ്റ്റോറി മാനേജ് എ പൊട്ടൻഷ്യൽ കലാമിറ്റി സൈലൻ്റ്ലി ആൻഡ് ബ്രേവ്ലി. ഇറ്റ് ടെൽസ് ഹൗ ദ ഓതർ ആൻഡ് ദ ഹീറോ ഓഫ് ദി സ്റ്റോറി, ഓതറും കഥാകാരനും ഈ സ്റ്റോറിയിലെ ഹീറോയും കൂടി എങ്ങനെയാണ് ഹൗ ടു മാനേജ് എ പൊട്ടൻഷ്യൽ കലാമിറ്റി ബ്രേവ്ലി ആൻഡ് കാംലി ആൻഡ് സൈലൻ്റ്ലി. അതായത് ആരെയും അറിയിക്കാതെ വളരെ ധീരതയോടെ ഒരു വലിയ ദുരന്തത്തെ ഇവർ രണ്ടുപേരും കൂടെ എങ്ങനെയാണ് നേരിട്ടത് എന്നാണ് നമുക്ക് ഇന്നിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് വരാം. ദ സെറങ് ഓഫ് റെനഗഞ്ചി, റിട്ടൺ ബൈ A.J. ക്രോണിൻ. Look, my dear, did you ever in your life see such an absurdly comic creature, a smartly dressed woman, first class passenger of the Reneganji? So ഇവിടെ ഈ സ്റ്റോറി A.J. ക്രോണിൻ തുടങ്ങുന്ന വളരെ രസകരമായിട്ടാണ്. അതായത് ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്മാർട്ട്ലി ഡ്രസ്ഡ് ലേഡി. അതായത് വളരെ പെട്ടെന്ന് ആളുകൾക്ക് ആകർഷകമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ തൻ്റെ കഥ ആളുകൾ വായിച്ചു തുടങ്ങണം, വായിച്ചിരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ സ്റ്റോറി ഇങ്ങനെ തുടങ്ങുന്നത്. അതായത് ഈ കഥയിൽ ഈ പറയുന്ന ഈ ആദ്യത്തെ വ്യക്തിക്ക് ഒരു ലേഡിയാണ് ഇവിടെ ഈ ഹീറോ എന്ന് പറയുന്നയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ലേഡിക്ക് ഈ സ്റ്റോറിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആദ്യത്തെ ആ ഒരു സീൻ കഴിഞ്ഞ് ആ ലേഡി പിന്നീട് ഈ സ്റ്റോറിയിൽ ഒരിടത്തും വരുന്നില്ല. അവസാനം മാത്രമേ ഈ സ്ത്രീയെക്കുറിച്ച് A.J. ക്രോണിൻ ഒന്ന് പരാമർശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു തുടങ്ങിയാൽ ലുക്ക് മൈ ഡിയർ
തൻ്റെ സുഹൃത്തായ പെൺസുഹൃത്തിനോട്, ഈ ലേഡി തൻ്റെ പെൺസുഹൃത്തിനോട് പറയുകയാണ്, ലുക്ക് മൈ ഡിയർ, ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് സീ സച്ച് ആൻ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ. ഒരു ഇത്രയും പരിഹാസ രൂപേണ ഒരു വ്യക്തിയെ, അതായത് ഹീറോയെ വളരെ പരിഹാസ രൂപേണയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുപോലെ കോമാളിയായ ഒരു ജീവിയെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഈ വെൽ ഡ്രസ്ഡ് വുമൻ തൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്. A similarly dressed woman, first-class passenger on the Renaganji, about to sail from Liverpool on the long voyage to Calcutta, made this remark in a high, well-bred voice to her companion as they stood before me on the liner's upper deck. ഈ പാസഞ്ചർ ഷിപ്പിൻ്റെ അപ്പർ ഡെക്കിൽ ഈ സ്മാർട്ട്ലി വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള രണ്ട് സ്ത്രീകൾ, ഈ രണ്ടുപേരും ലിവർപൂളിൽ നിന്ന് കൽക്കട്ടയിലേക്ക് പോവുകയാണ്. അവരുടെ രണ്ടുപേരുടെയും സംസാരത്തിൽ നിന്നാണ് ഇവിടെ ഹീറോ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. വളരെ സ്മാർട്ടായിട്ടാണ് ഇവിടെ ഹീറോ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഒരു ഹീറോയിക് പരിവേഷമൊന്നും ഇവിടെ ഹീറോയ്ക്ക് നൽകുന്നില്ല. അദ്ദേഹത്തെ എന്താ പറയുന്നത്, ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ ഏറ്റവും മോശമായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ആ ഹീറോയ്ക്ക് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ലഭിക്കുന്നത്. Okay. Following their amused gaze, my eyes came to rest upon a squat, very ugly native seaman with short legs and a large disproportionate head. സോ അവരുടെ സംസാരം ഞാൻ കേട്ടു. സംസാരം കേട്ട വഴിയെ ഞാൻ അവർ ആരെയാണ് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്. സോ മൈ ഐസ് കെയിം ടു റെസ്റ്റ് അപ്പോൺ എ സ്ക്വാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് തിക്ക്, വളരെ ഉയരം കുറഞ്ഞ, വളരെ തടിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. വെരി അഗ്ലി നേറ്റീവ് സീമൻ, കാണാനൊന്നും യാതൊരു ഭംഗിയില്ലാത്ത ഒരു സീമൻ, ഒരു കപ്പലിലെ സാധാരണ ജോലിക്കാരൻ, അതായത് സ്രാങ്ക് എന്ന് തന്നെ പറയാം, ഒരു ഇന്ത്യൻ സെറങ് അല്ലെങ്കിൽ സ്രാങ്ക്. ഷോർട്ട് ലെഗ്സ് ആൻഡ് എ ലാർജ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്. ഷോർട്ട് ലെഗ്സ്, അദ്ദേഹത്തിൻ്റെ ചെറിയ കാലുകൾ, കുറുകിയ കാലുകളാണ്. അതുപോലെ ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്, അദ്ദേഹത്തിൻ്റെ തലയുടെ വലിപ്പം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പമായിട്ട് ഒട്ടും മാച്ച് ചെയ്യുന്നില്ല. അതായത് വളരെ വലിയൊരു തലയ്ക്ക് ഉടമയുമാണ് അദ്ദേഹം. ഐ റെക്കഗ്നൈസ്ഡ് ഹിം ആസ് ദ ഇന്ത്യൻ സെറങ്. അദ്ദേഹം ഇന്ത്യൻ സെറങ് ആണെന്ന് അല്ലെങ്കിൽ സ്രാങ്ക് ആണെന്ന്, ഈ കപ്പലിൻ്റെ സ്രാങ്ക് ആണെന്ന് വളരെ പെട്ടെന്ന് തന്നെ എ.ജെ. ക്രോണിൻ ഐഡൻറ്റിഫൈ ചെയ്തു. അവർ ക്വാർട്ടർ മാസ്റ്റർ ഓഫ് ദ ഷിപ്പ്, ഇന്ത്യൻ സ്രാങ്ക് അല്ലെങ്കിൽ ക്വാർട്ടർ മാസ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. He was quietly superintending the crew of Lascars, now completing the loading of baggage. So ഇവിടെ ബാഗേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുന്നതും ഇറക്കുന്നതും വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്വാർട്ടർ മാസ്റ്റർ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ സ്രാങ്ക് അല്ലെങ്കിൽ ഈ ഇന്ത്യൻ സെറങ് അല്ലെങ്കിൽ ഈ സ്രാങ്ക് അല്ലെങ്കിൽ ഈ കുറുകിയ വളരെ കോമാളി ജീവിയായി ഈ സ്ത്രീകൾക്ക് തോന്നിയ ആ മനുഷ്യൻ. ലുക്സ് ഹാർഡ്ലി ഹ്യൂമൻ, അഗ്രീഡ് ദ മാൻ വിത്ത് എ സുപ്പീരിയർ സ്മൈൽ. സോ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു മനുഷ്യനാണ് എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യൻ്റേതായ ഒരു നോർമൽ ഫിസിക്കൊന്നുമല്ല അദ്ദേഹത്തിനുള്ളത്. Inclines a chap to believe that dear old Darwin was not altogether wrong. ഇദ്ദേഹത്തിന് തന്നെ തോന്നിയാണ് എന്തായാലും നമ്മുടെ ഡാർവിൻ, അതായത് പരിണാമ സിദ്ധാന്തം, തിയറി ഓഫ് എവല്യൂഷൻ കണ്ടുപിടിച്ച ഡാർവിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്ന് എ.ജെ. ക്രോണിൻ തോന്നിയാണ് ഈ പറയുന്ന ഈ സ്രാങ്കിനെ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ സെറങ്ങിനെ കണ്ടപ്പോൾ. The voyage began favorably in calm, clear weather. We crossed the Bay of Biscay without suffering entirely from the turbulent waters and soon were through the Strait of Gibraltar, traversing the tranquil Mediterranean under the azure skies. So വളരെ സുഖകരമായിട്ട് യാത്ര മുന്നോട്ട് പോവുകയാണ്. കടൽ വളരെ ശാന്തമായിരുന്നു, ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒന്നുമില്ല. യാത്ര വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നു. The Renaganji was a stout old tub manned by white officers with an entirely native Indian crew. So the Renaganji was a stout old tub. So വളരെ വലിയ ഒരു ഷിപ്പ്, വളരെ സ്ട്രോങ് ആയ ബലവത്തായ ഒരു ഷിപ്പാണ് റെനഗഞ്ചി. അത് നയിക്കുന്നതോ വൈറ്റ് ഓഫീസേഴ്സാണ്. പക്ഷേ അതിലെ ജോലിക്കാരല്ല, ഇന്ത്യക്കാരാണ്. With an entirely native Indian crew, I was the physician of the ship and was delighted by the balmy breezes and brilliant sunshine. So, ഈ എ.ജെ. ക്രോണിൻ ഈ ഷിപ്പിലെ ഫിസിഷ്യനാണ്, അല്ലെങ്കിൽ ഈ ഷിപ്പിലെ ഓതറൈസ്ഡ് ഡോക്ടറാണ് എ.ജെ. ക്രോണിൻ. The ship was crowded, packed with passengers from stern to stern, the usual tourists and pleasure seekers, together with a large number of Anglo-Indian army officers, many of whom were accompanied by their wives and families. The ship was crowded. ഷിപ്പിൽ നിറയെ ആളുകളാണ്. 3 കൂട്ടരാണ് ഈ ഷിപ്പിലുള്ളത്. ഒന്ന് നോർമൽ പാസഞ്ചേഴ്സ്, 2 നോർമൽ പാസഞ്ചർ മീൻസ് യൂഷ്വൽ ടൂറിസ്റ്റ്, 2 പ്ലഷർ സീക്കിംഗ് പീപ്പിൾ, 3
large number of Anglo-Indian army members accompanied by the families. So ഈ മൂന്ന് കൂട്ടരും കപ്പലിലുണ്ട്. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇറ്റ് ഈസ് ക്രൗഡഡ് ഫ്രം സ്റ്റെം ടു സ്റ്റേൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കപ്പൽ നിറയെ ആളുകളുണ്ട്. From the first night out there was tremendous gaiety on board. The chief among the social promoters was Miss John Smith, the woman whom I had overheard on the boat deck the morning of our departure. So ഈ സ്ത്രീ ഈ ഇന്ത്യൻ സരംഗിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സ്രാങ്കിനെ കുറിച്ച് വളരെ മോശമായി കൊമൻറ്റ് ചെയ്ത ആ സ്ത്രീ എന്ന് പറയുന്ന അവർ ആരാണ് എന്നിവിടെ പറയുന്നത്. ഹെർ നെയിം വാസ് ജോൺ സ്മിത്ത്. ജോൺ സ്മിത്ത് എന്നാണ് ആ ലേഡിയുടെ പേര്. അവർ ഷീ ഈസ് ദ ചീഫ് അമംഗ് ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ്. സോഷ്യൽ പ്രൊമോട്ടർഷിപ്പിലെ സോഷ്യൽ പ്രൊമോട്ടേഴ്സിൻ്റെ ചീഫായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയാണ് ഈ ജോൺ സ്മിത്ത്. അവരാണ് തൻ്റെ തന്നെ കപ്പലിലെ മറ്റൊരു ജീവനക്കാരനായ ഈ സ്രാങ്കിനെ കുറിച്ച് ഇതുപോലെ ഒരു കമൻറ്റ് ഇട്ടത്. ഇനി അടുത്ത പാരഗ്രാഫിൽ വരുന്ന ജോൺ സ്മിത്തിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. ഒന്ന്, ഷീ ഈസ് ദ ചീഫ് ഓഫ് ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ്. ദെൻ സെക്കൻഡ് വൺ, മാഡം ജോൺ സ്മിത്ത് വാസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ. അതായത് ത്രസ്റ്റിംഗ് മീൻസ് തൻ്റെ അഭിപ്രായം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ആളുകളെയാണ് ത്രസ്റ്റിംഗ് പേഴ്സൺ. ഈ ജോൺ സ്മിത്ത് അതുപോലെ ഒരു ത്രസ്റ്റിംഗ് പേഴ്സൺ, തൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ യാതൊരു മടിയും കാണിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഈ ജോൺ സ്മിത്ത്. ഒബ്വിയസ്ലി ഓവർ 30, got up in a dashing style to look younger. സോ അവർ ശരിക്കും 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീയാണ്. പക്ഷേ അതിൽ താഴെ പ്രായം തോന്നിക്കത്തക്ക രീതിയിൽ മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ടാണ് അവർ നടക്കുന്നത്. ഷി വാസ് നോട്ട് ഓൺലി സ്നോബ് ബട്ട് എ ബോർ ആൻഡ് അസേർട്ടീവ് ബോർ. സോ അവരൊരു സ്നോബ് മീൻസ് പൊങ്ങച്ചക്കാരി. അവരൊരു പൊങ്ങച്ചക്കാരി മാത്രമല്ല, മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതിലും മുൻപന്തിയിലാണ്. അതായത് മുഷിപ്പിക്കുന്നതിലും അവർ മുൻപന്തിയിൽ തന്നെയായിരുന്നു. വി റീച്ച്ഡ് പോർട്ട് സെറ്റ്. ഞങ്ങൾ പോർട്ട് ഷെഡിൽ എത്തി. എവരി വൺ വെന്റ് അഷോർ എക്സൈറ്റഡ്ലി. Came back with silk, shawls, cigarettes, scent and jewelry. Then we were through the Red Sea, past the barren rods of Aden and out upon the wide Arabian Sea. So പോർട്ട് സെറ്റിലെത്തി. ആളുകൾ പല സാധനങ്ങൾ, സിഗരറ്റ്, ഷോള്, സിൽക്ക്, സെൻറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പുറത്തു പോയി മേടിച്ചുകൊണ്ട് വന്നു. അതിനുശേഷം ഷിപ്പ് വീണ്ടും യാത്ര പുറപ്പെട്ടു. നൗ ഷിപ്പ് വാസ് റീച്ച്ഡ് വൈഡ് അറേബ്യൻ സീ. ഷിപ്പ് കപ്പൽ വൈഡ് അറേബ്യൻ സീയിലേക്ക് കടന്നു. On the following morning, as I held my consultations in the surgery adjoining my cabin, so അടുത്ത ദിവസം രാവിലെ ഈ ക്യാബിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഒരു കൺസൾട്ടേഷൻ റൂമിൽ അദ്ദേഹം കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ദ സെറങ് ഹസൻ അപ്പിയേർഡ്. സോ ഇപ്പോഴാണ് ഈ സെറങ്ങിൻ്റെ പേര് പറയുന്നത്. ഹിസ് നെയിം വാസ് ഹസൻ. അദ്ദേഹത്തിൻ്റെ പേര് ഹസൻ എന്നായിരുന്നു. അപ്പിയേർഡ് ബ്രിങ്ങിങ് വിത്ത് ഹിം 2 of his ലസ്കർ ജഹാൻസ്. സോ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ഇംഗ്ലീഷ് ഇന്ത്യൻ സീമൻ, അവരെയാണ് ലസ്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് അവരെയും കൂട്ടി ഇദ്ദേഹം ഈ ഡോക്ടറെ കാണാനായിട്ട് വരികയാണ്. ഹി ഇൻക്ലൈൻഡ് ഹിസ് ഹെഡ് ഇൻ എ റെസ്പെക്ട്ഫുൾ സലാം ആൻഡ് അഡ്രസ്ഡ് മീ. അദ്ദേഹം വളരെ ഭവ്യതയോടെ ഇദ്ദേഹത്തോട് പറഞ്ഞു. ഹിസ് വോയിസ് വാസ് ഹോഴ്സ്. സോ ഇദ്ദേഹത്തിൻ്റെ വോയിസ് സൗണ്ട് റഫ് ആൻഡ് ഹാർഷ്. അതായത് വളരെ റഫായിട്ടുള്ള, അതുപോലെ വളരെ ഹാർഷായിട്ടുള്ള സൗണ്ടായിരുന്നു ഈ ഹസൻ്റേത്. യെറ്റ് ഇറ്റ് ഹാഡ് എ സ്റ്റഡി അണ്ടർ ടോൺ. ഡോക്ടർ സാഹിബ്, ഐ ഫിയർ ദീസ് മെൻ ആർ സിക്ക്. വളരെ സ്റ്റഡി ആയിട്ട് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ സാഹിബ്, ഐ ഫിയർ ദീസ് മെൻ ആർ സിക്ക്. ഈ ആളുകൾ രോഗാവസ്ഥയിലാണ്, ഇവർക്ക് എന്തോ രോഗമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ദ സീമൻ സർട്ടൻലി ഡിഡ് നോട്ട് ലുക്ക് വെൽ. ഇദ്ദേഹം അവർ പരിശോധിച്ചു, നോക്കി. അവർ കണ്ടിട്ട് അത്ര സുഖകരമായ അവസ്ഥയല്ല. ദ കംപ്ലൈൻറ്റ് ഓഫ് ജനറൽ മലേസ്, ഫീലിംഗ് ഇൽനെസ്. മലേസ് മീൻസ് ഫീലിംഗ് ഇൽനെസ്. അവർക്ക് ഒരു സാധാരണ അസ്വസ്ഥത അവർ പറഞ്ഞു. ഓഫ് ഇൻറ്റൻസ് ഹെഡേക്ക് ആൻഡ് റാക്കിംഗ് ബോൺ പെയിൻസ്. ഇൻറ്റൻസ് ഹെഡേക്ക്, വളരെ വലിയ തലവേദനയും അതുപോലെ തന്നെ റാക്കിംഗ് ബോൺ പെയിൻസ്, വളരെ അസ്ഥിവേദനയും അവർക്ക് അനുഭവപ്പെടുന്നു എന്ന് അവർ പറഞ്ഞു. ദേ ലുക്ക് ഫ്രൈറ്റൻ ടു. അവരെ കണ്ടിട്ട് അവർ എന്തോ കണ്ട് പേടിച്ച പോലെയുമുണ്ട്. അവർ അപ്പോൾ പേടിച്ച അവസ്ഥയിലുമായിരുന്നു. ആൻഡ് ഐ ആസ്ക്ഡ് ദം ടു സ്ട്രിപ്പ് ആൻഡ് ബിഗാൻ മൈ എക്സാമിനേഷൻ. ഞാൻ അവരോട് വസ്ത്രം മാറ്റാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ഐ സ്റ്റാർട്ടഡ് മൈ എക്സാമിനേഷൻ. ബോത്ത് വർ ഫീവേർഡ്. അവർക്ക് 2 പേർക്കും പനി ഉണ്ടായിരുന്നു. With thickly furred tongues and that dry skin which is nature's dearest warning. സോ അതുമാത്രമല്ല, അവരുടെ തൊലിയിൽ, സ്കിന്നിന് പുറമെ ചെറിയ റെഡ് റാഷസ് കൂടി അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. സോ ഇറ്റ് വാസ് ദ നേച്ചേഴ്സ് ഗ്രേവസ്റ്റ് വാർണിംഗ്. എന്താണെന്ന് നമുക്ക് നോക്കാം. And then, to my horror, my palpitating fingers became aware of a scattering of hard little nodules under the rich skin of each man. It was an unmistakable symptom of smallpox. സോ അവർക്ക് സ്മോൾ പോക്സ് ആണ് എന്ന് ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു.
young and inexperienced in my profession, I had not learned to control my feelings. So ഇദ്ദേഹം വളരെ യങ് ആണ്, അതുപോലെ തന്നെ he was inexperienced in his profession. അതുകൊണ്ട് തന്നെ he couldn't control his feelings. അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, because he was young and inexperienced in his profession. So he couldn't control his feelings. My expression must have altered visibly, for although the serang said nothing, his lined and battered face assumed a look of deeper gravity. Hurriedly, with beating heart, I made my way to the bridge. So ഇദ്ദേഹം നേരെ ബ്രിഡ്ജിലേക്ക് പോയി. വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർ ബ്രിഡ്ജിലേക്ക് പോയി. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് where captain of the ship stays. Captain Hamble was not there. ക്യാപ്റ്റൻ ഹാമ്പിളിനെ കാണാനായിട്ട് ഇദ്ദേഹം പോയത്, പക്ഷേ was not there. But in the chart room below, he looked up sharply as I burst in. Sir, my voice broke. So ഇദ്ദേഹം ക്യാപ്റ്റനോട്, sir, I have to report smallpox on board. കപ്പലിൽ സ്മോൾ പോക്സ് പിടിപെട്ടു എന്നെനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. 2 of the deck hands, 2 deck hands, അതായത് 2 സീമന് സ്മോൾ പോക്സ് പിടിപെട്ടു. I saw his lips draw tightly together. He was a thickest man of 55. So ഇദ്ദേഹം ഒരു 55 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു ക്യാപ്റ്റൻ ഹംബിൾ. നോൺ ആസ് എ സ്ട്രിക്ട് ഡിസിപ്ലിനറിയൻ, വളരെ ഏറെ അച്ചടക്കം ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ബട്ട് ഓൾസോ ആസ് എ ജസ്റ്റ് ആൻഡ് ഫെയർ മൈൻഡഡ് ഓഫീസർ. അത് മാത്രമല്ല, അദ്ദേഹം വളരെ നീതിയുക്തമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസറാണ് എന്നുള്ള ഒരു പേരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഡോക്ടർ, he said, drawing up at last and coming close to me, his words unmistakably grim. So അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. ഡോക്ടർ, ലിസൺ, യു ആർ ഇൻ ചാർജ് ഓഫ് ദ ഹെൽത്ത് ഓഫ് ദ ഷിപ്പ്. സോ നിങ്ങളാണ് ഈ കപ്പലിലെ ആളുകളുടെ ആരോഗ്യം നോക്കേണ്ട വ്യക്തി. യു ആർ ഇൻ ചാർജ് ഓഫ് ദാറ്റ്. ഇറ്റ്സ് എൻറ്റയർലി അപ് ടു യു. ഇത് പൂർണ്ണമായും നിങ്ങളിൽ ആണ്. ഇതിൻ്റെ ഈ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായും നിങ്ങളിൽ ആണ് ഉള്ളത്. ഐ കാൺ ഗിവ് യു എനി ഓഫ് മൈ ഓഫീസേഴ്സ്. ഐ ആം ഓവർലോഡഡ് ആൻഡ് അണ്ടർ സ്റ്റാഫ്ഡ്. ഞാൻ എൻ്റെ ഒരു ഓഫീസേഴ്സിന് പോലും നിങ്ങൾക്ക് വിട്ടുതരില്ല, ബിക്കോസ് ഐ ആം ഓവർലോഡഡ് ആൻഡ് അണ്ടർ സ്റ്റാഫ്ഡ്. എനിക്ക് ഇവിടെ ധാരാളം ജോലി ഉണ്ട്. അതുമാത്രമല്ല, എനിക്ക് ഇപ്പോൾ തന്നെ സ്റ്റാഫിൻ്റെ എണ്ണം തീരെ കുറവുമാണ്. ബട്ട് ഐ ആം ഗോയിങ് ടു ഗിവ് യു ദ സെറൻ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരാളെ വിട്ടുതരാം. സെറനെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്ലാങ് അല്ലെങ്കിൽ ഹസനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ബിലീവ് മീ, ഹീ ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്. സോ ബിലീവ് മീ, പ്ലീസ് ബിലീവ്, ഹീ ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്. സോ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ഏറ്റവും മികച്ച വ്യക്തി ഈ ഹസൻ ആണ്. You have got to keep this thing from spreading, and what's more, don't let a whisper of it get out, or we will have a bloody panic. So നിങ്ങളുടെ മേൽ 2 ഉത്തരവാദിത്തങ്ങളാണുള്ളത്. ഒന്ന്, ഈ രോഗം പടരാതെ നോക്കണം. You have to control the spreading of this disease. ഈ രോഗത്തിൻ്റെ സ്പ്രെഡിങ് നിങ്ങൾ തടയണം. രണ്ടാമത്, ഈ കാര്യം ലീക്ക് ഔട്ട് ചെയ്യരുത്. കപ്പലിൽ ഇത് ലീക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കും. അതുകൊണ്ട് 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, യു ഹാവ് ടു കൺട്രോൾ ദ പാൻഡമിക്, ആൻഡ് സെക്കൻഡ് വൺ, യു ഹാവ് ടു കീപ്പ് ഇറ്റ് സീക്രട്ട്. സോ ഈ 2 കാര്യങ്ങളും ക്യാപ്റ്റൻ ഹംബിൾ എ.ജെ. ക്രോണിനെ അല്ലെങ്കിൽ ഡോക്ടറെ പറഞ്ഞേൽപ്പിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഹസനെ അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി വിട്ടു നൽകുകയും ചെയ്യുന്നു. I left the chart room realizing with a weakness in my stomach and desperate responsibility of my position. Here we are in the middle of the Arabian Sea, 1500 passengers aboard. So അദ്ദേഹത്തിൻ്റെ ഷിപ്പ് ഇപ്പോൾ അറേബ്യൻ കടലിൻ്റെ മധ്യത്തിലാണ്. ഏകദേശം 1500ഓളം പാസഞ്ചേഴ്സ് ആ ഷിപ്പിലുണ്ട്. No means whatever of vaccinating them, and smallpox the most deadly contagion in the world dictionary of disease. So it is not possible to vaccinate all of the people who are on board, because the number reached up to 1500. 1500ഓളം ആളുകൾ ഈ ഷിപ്പിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവരെ മുഴുവൻ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പം നടക്കുന്ന കാര്യമല്ല. അതൊന്നും പോസിബിൾ അല്ല. അതുമാത്രമല്ല, സ്മോൾ പോക്സ് എന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ ഡിക്ഷണറിയിലെ ഏറ്റവും മോശപ്പെട്ട രോഗമായിട്ടാണ് അത് ആളുകൾ കണക്കാക്കുന്നത്. Back in the surgery, one of the Lascars was in the grip of a violent rigor. I turned from the shivering man to the Seren, whose incalculable eyes remained fixed upon me. So ഒരാളങ്ങോട്ട് തീരെ വയലൻ്റ്, അതായത് അയാൾക്ക് രോഗം വളരെ കൂടുതലായിരിക്കുന്ന അവസ്ഥയാണ്. We have got to isolate this man. So ഞാൻ പറഞ്ഞു, we have got to isolate this man. നമുക്ക് ഇവരെ ഐസൊലേറ്റ് ചെയ്യണം. Check on the contacts. There was no sick bay on board, not an inch of available cabin space. Baffled, I looked at the Seren, who, undismayed, again turned upon me the full force of his eyes. We will make a shelter on the afterdeck, Dr. Sahib.
വെരി കൂൾ ദർ വിത്ത് പ്ലെൻറ്റി ഓഫ് ഫ്രഷ് എയർ. സോ ഹസൻ ഒരു സജഷൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, സാർ നമുക്ക് അപ്പർ ഡെക്കിൽ ഇവർക്ക് താമസിക്കാനായിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കാം. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ധാരാളം സ്ഥലമുണ്ട്, അത് കഴിഞ്ഞാൽ പ്ലെൻറ്റി ഓഫ് ഫ്രഷ് എയർ, നല്ല ശുദ്ധവായു ധാരാളം അവിടെയുണ്ട്. അതുപോലെ തന്നെ വളരെ കൂൾ ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ് അപ്പർ ഡെക്ക്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാം, ഇവരെല്ലാം അവിടെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം എന്ന് ഹസൻ ഡോക്ടറോട് സജസ്റ്റ് ചെയ്യണം. In the stern of the ship, protected from a view by a battery of derricks and donkey engines, he set to work. Within an hour, he had erected with silent efficiency a large canvas shelter. So, ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹം മനോഹരമായ ഒരു ക്യാൻവാസ് ഉപയോഗിച്ച് മനോഹരമായ ഒരു ഷെൽട്ടർ അവിടെ നിർമ്മിച്ചു. Mattresses and sheets were then brought up and 2 patients were comfortably installed. അവിടെ മാട്രസും ഷീറ്റും എല്ലാം അങ്ങോട്ട് കൊണ്ടുവരികയും 2 പേഷ്യൻസിനെയും അവിടെ കംഫർട്ടബിൾ ആയിട്ട് അദ്ദേഹം ഇൻസ്റ്റാൾ അവിടെ പാർപ്പിക്കുകയും ചെയ്തു. Our next step was to muster the crew for a thorough medical inspection. One of the stokers who complained of fever and headache showed the prodromal nodules with the beginnings of the typical rash. He was isolated with other cases. So ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു, അയാളെ ഇവിടെ ഐസൊലേറ്റ് ചെയ്തു. And now who is going to help me to attend these men? Hassan glanced at me in surprise. Why, naturally it is I. So ജെ ക്രോണിൻ ചോദിച്ചു, ആരാണ് എന്നെ സഹായിക്കാനുള്ളത്, ഈ ആളുകളെല്ലാം ശുശ്രൂഷിക്കുന്നില്ല. ഹസൻ without any complaint he said, sir, I am ready to help you. I'm not afraid, Dr. Sahib. എനിക്കിതിനൊന്നും പേടിയില്ല, ഡോക്ടർ സാഹിബ്. Together, Hassan and I spawned the patients with permanganates solution, administered to each man a strong antipyretic, hung sheets soaked in disinfectant around the shelter. So പെർമാംഗനേറ്റ് ലൈനി ഉപയോഗിച്ച് പേഷ്യൻസിനെല്ലാം ഇവർ കൃത്യമായിട്ട് സോക്ക് ചെയ്തു. 3 പേഷ്യൻസ് ഉണ്ട്, അവർ കൃത്യമായിട്ട് സോക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഷീറ്റ്സ് എല്ലാം കൊടുത്തു, കാരണം ഈ രോഗം പടരാതെ നോക്കണം. Within this secretary, a cooking stove where liquids could be heated and simple meals prepared. അതുമാത്രമല്ല അവിടെ ഒരു കുക്കിംഗ് സ്റ്റവ് കൂടി ഇൻസ്റ്റാൾ ചെയ്തു. അവിടെ ഇവർക്കുള്ള വെള്ളം ചൂടാക്കാനും ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കുക്ക് ചെയ്യാനും ആ സ്റ്റവ് അവർക്ക് ഉപയോഗിക്കാം. Next morning, however, brought fresh cause of concern. I found 3 new cases among the deck hands. സോ പിറ്റേ ദിവസം പുലർച്ചെ ആയപ്പോൾ 3 പുതിയ ഫ്രഷ് കേസസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ദ മെൻ ഓൾറെഡി സെഗ്രിഗേറ്റഡ് വർ മച്ച് വേഴ്സ്. ഇപ്പോൾ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് സെയിം ആഫ്റ്റർനൂൺ 4 more of the crew sickened. സോ അന്ന് ഉച്ച കഴിഞ്ഞ് 4 പേരെ കൂടി ഇങ്ങോട്ട് അഡ്മിറ്റ് ചെയ്തു. ഇപ്പോൾ മൊത്തം ടോട്ടൽ 4 3 7 3 10 പേരെ അവിടെ അഡ്മിറ്റ് ചെയ്തു. We now had 10 cases in our makeshift lazaretto. It was a situation to test the strongest nerves, but the serene, calm and unperturbed gave me fresh heart. In tending the patients, he was indefatigable. So ഇവിടെ ഏകദേശം 10 രോഗികളെ മൊത്തം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. Be careful of yourself. I had to beg him. Do not go quite so close. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, you should be very careful and don't go so close to the patients. Now he showed his strong teeth. അദ്ദേഹത്തിൻ്റെ ബലമുള്ള പല്ലുകൾ കാണിച്ചു. In a sudden fleeting smile. Are you careful of yourself, Dr. Sahib? So അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട്, I should be careful why I am very close to those patients. അദ്ദേഹം എന്നോട് ശ്രദ്ധിക്കണം എന്നാണ് ഹസൻ അപ്പോൾ മറുപടി ആയിട്ട് പറഞ്ഞത്. Indeed I am. Besides, this is my work. പക്ഷേ ഇതെൻ്റെ ജോലിയല്ലേ. Don't worry, Dr. Sahib. I am strong and it is my work too. So Dr. Sahib, you don't worry. ഇത് എൻ്റെയും കൂടി ജോലിയായിട്ട് ഞാൻ കരുതുന്നു. I was so weighed down by responsibility that I had slight concern for myself, although we were moving full steam ahead Colombo. So ഞങ്ങൾ വളരെ വേഗം കൊളംബോയിലേക്ക് പോവുകയാണ്. The nearest port of call. So തൊട്ടടുത്ത പോർട്ട് എന്ന് പറയുന്ന കൊളംബോയാണ്. Was still 8 days away. പക്ഷേ അതുപോലും 8 ദിവസം അകലെയാണ്. In the course of the next 48 hours, 4 more stokers went to join the others on the afternoon. So 48 മണിക്കൂറിനകം 4 പുതിയ ആളുകളെ കൂടി 4 പുതിയ പേഷ്യൻസ് കൂടി എത്തിച്ചേർന്നു. A total 14 now. ഇപ്പോൾ ഏകദേശം 14 പേരോളം അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
And one of the earlier victims had lapsed into coma, seemed likely to die at any hour under this added load. I could not sleep. സോ അത് മാത്രമല്ല, ഒരു പേഷ്യൻ്റ് ആദ്യം അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യൻ്റ് കോമയിലേക്ക് പോയി. അയാൾ ഏത് നിമിഷവും മരിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. And where I knew I should find him, watchful and mute under the stars, was the Sereng. So ഞാൻ സെരങ്ങിനെ നോക്കി. അയാൾ ആകാശത്ത് നക്ഷത്രങ്ങൾക്ക് കീഴെ സൗമ്യനും ശാന്തനുമായി കാണപ്പെട്ടു. How shall I describe the solace which flowed towards me from him as he stood there in meditation with his long arms folded on his bare chest, motionless as a statue. അയാളുടെ കൈയൊക്കെ കെട്ടി ഒരു സ്റ്റാച്യുവെ പോലെ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു നിൽപ്പ് പോലും AJ ക്രോണിന് വളരെയേറെ ആശ്വാസം നൽകിയിരുന്നു. When a sick man groaned faintly, he would step forward without sound to succor him. സോ ഒരു രോഗിയായ മനുഷ്യൻ കരഞ്ഞപ്പോൾ ഇയാൾ വളരെ കൂളായിട്ട് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് അയാളെ ശുശ്രൂഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. And then returning, he would fold his arms while the ship surged slowly forward. സോ അതിനുശേഷം വീണ്ടും അയാൾ ആദ്യത്തെ സ്ഥലത്ത് തന്നെ ആദ്യത്തെ പൊസിഷനിൽ കൈകെട്ടി നിൽക്കാൻ തുടങ്ങി. Hassan had no fondness for speech. ഇദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നു. But despite the silences of our long night vigils, I gathered some fragments of his history. പക്ഷേ ഈ രാത്രികളിൽ, ഈ നിരീക്ഷണത്തിൻ്റെ, ശ്രദ്ധയുടെ, ഒബ്സർവേഷൻ്റെ രാത്രികളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കി. He was from Punjab. അദ്ദേഹം പഞ്ചാബിൽ നിന്ന് വന്ന മനുഷ്യനാണ്. Whence his parents had wanted to southern India. പഞ്ചാബിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരൻസ് സദേൺ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയാണ് ഉണ്ടായത്. They like so many in the coastal area, he had taken to a seafaring life. സോ അവർ സെറ്റിലായത് സദേൺ ഇന്ത്യയുടെ പ്രത്യേകത സൗത്ത് ഇന്ത്യ കടലാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അവരേതോ ഒരു കോസ്റ്റൽ ഏരിയയിലാണ് സെറ്റിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ സീ ലൈഫ്, കടൽ ജീവിതം ഈ ഹസനെ സംബന്ധിച്ചിടത്തോളം വളരെ രസകരമായിരുന്നു. അല്ലെങ്കിൽ കടലിനോട് അദ്ദേഹത്തിൻ്റെ ഒരു പേടി ഇല്ലാതെയായി. For nearly 40 years he had given himself to the oceans of the world, and 15 of these years he had been spent in the Ranagaji. സോ കഴിഞ്ഞ 40 വർഷമായിട്ട് അദ്ദേഹം തൻ്റെ ജീവിതം കടലിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹം രണഗഞ്ചിയിൽ ജോലി ചെയ്യുന്നുണ്ട്. Indeed, he had no place on shore. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കരയിൽ ഒരു പ്രത്യേക സ്ഥലമൊന്നുമില്ല. Neither family nor friends in the great landmass of India. ഇന്ത്യ എന്ന വലിയ രാജ്യത്ത് അദ്ദേഹത്തിന് ബന്ധുക്കളോ ഫ്രണ്ട്സോ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. He had never married. അത് മാത്രമല്ല അദ്ദേഹം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. By religion he was a Muslim. മതം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മുസ്ലിമാണ്. All his life he had acquired nothing, neither property nor money. അദ്ദേഹത്തിൻ്റെ ഈ 40 കൊല്ലത്തെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൽ അദ്ദേഹം ഇതുവരെ ഒന്നും നേടിയിട്ടില്ല. പണമായിട്ടോ അല്ലെങ്കിൽ ലാൻഡായിട്ടോ അദ്ദേഹം ഒന്നും നേടിയിട്ടില്ല. His few possessions contained in his ship's chest might be worth a few rupees. അദ്ദേഹത്തിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഈ ഷിപ്പിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കുറച്ച് വിലയുള്ള സാധനങ്ങളാണെങ്കിൽ കുറച്ച് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ പണം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് രൂപ എത്തും എന്നുള്ളതല്ലാതെ വലിയ ഒരു സമ്പാദ്യമോ ലാൻഡോ പ്രോപ്പർട്ടിയോ മണിയോ ഒന്നും ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യമായിട്ടില്ല. ദ തോട്ട് ഹർട്ട് മീ. അത് എന്നെ ചിന്തിപ്പിച്ചു, അല്ലെങ്കിൽ അത് എനിക്ക് ചെറിയൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. ആൻഡ് ഇൻ an excess of mistaken somebody, I exclaimed, Hassan, you are doing so much in this emergency. The company must give you extra pay. സോ ഞാൻ ഹസനോട് പറഞ്ഞു, ഹസൻ, ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ കഠിനമായി ജോലി ചെയ്യുന്നു, അതുകൊണ്ട് കമ്പനി നിങ്ങൾക്ക് അഡീഷണൽ പേയ്മെൻറ്റ് നൽകേണ്ടതാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. His forehead creased purposely. He was silent for a long moment. Then he answered, what use is money? സോ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് പണത്തിൻ്റെ ആവശ്യം? ഡോക്ടർ സാഹിബ്, to one who has all he needs, I am well enough the way I am. എനിക്ക് എൻ്റെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നതെല്ലാം എനിക്ക് ലഭിക്കുന്നുണ്ട്. ഈ ജീവിതം എനിക്ക് വളരെയേറെ താല്പര്യമാണ്, ഞാനിങ്ങനെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് ഇനി അഡീഷണൽ പണമെന്ന് ഇസ്രായേൽ അല്ലെങ്കിൽ ഹസൻ ഡോക്ടറിനോട് ചോദിക്കുകയാണ്. He was unmistakably sincere, completely detached from the usual hope of reward. സോ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം പൂർണ്ണമായും സിൻസിയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനാണ്. അതുമാത്രമല്ല, കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ഗെറ്റിംഗ് എനി കൈൻഡ് ഓഫ് റിവാർഡ്സ് ഫോർ ഹിസ് ജോബ്. സോ തൻ്റെ ജോലിക്ക് ഏതെങ്കിലും രീതിയിലുള്ള അധിക പ്രതിഫലം ലഭിക്കുന്നതിനോട് ഇദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. Money had no interest for him. He had always despised it.
പണത്തോട് ഇദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ല. അതുമാത്രമല്ല പണം എപ്പോഴും ഇദ്ദേഹം ഒഴിവാക്കിയിട്ടേ ഉള്ളൂ. Instead, he had courage, self-control and faith. പകരം അദ്ദേഹത്തിന് ധൈര്യമുണ്ട്, ആത്മനിയന്ത്രണമുണ്ട്, അതുപോലെ തന്നെ തൻ്റെ കഴിവിലുള്ള വിശ്വാസവും അദ്ദേഹത്തിൻ്റെ കൈമുതലായിട്ടുണ്ട്. The men he worked among lived poor and died poor. സോ താൻ ആരുടെയൊക്കെ കൂടെ ജോലി ചെയ്തോ അവർ ദാരിദ്ര്യത്തിൽ ജീവിച്ചു, ദാരിദ്ര്യത്തിൽ തന്നെ മരിക്കുകയും ചെയ്തിരുന്നു. ഇറ്റ് ഹാഡ് ബിക്കം ദ ഹാബിറ്റ് ഓഫ് ഹിസ് മൈൻഡ് ടു ഡിസ്റിഗാർഡ് ടു മാൻ. സോ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റ് ഓഫ് ഹിസ് മൈൻഡ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി വന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളോ അല്ലെങ്കിൽ വലിയ ആകുലതകളോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. Standing with him in the liquid moonlight, I was stung by a strange pang. Beside his clear simplicity, the world's values suddenly seemed dross. So, അദ്ദേഹത്തിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ ലളിത ജീവിതം, അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ നശ്വരമായ ഈ ലോകത്തിൻ്റെ വാല്യൂസ് എല്ലാം അദ്ദേഹത്തിന് മുന്നിൽ വളരെ ചെറുതാണ്, അല്ലെങ്കിൽ അഴുകിയതാണ്, അല്ലെങ്കിൽ മോശമാണ് എന്ന് എനിക്ക് തോന്നി. A great party had started in the saloon. So, സലൂണിൽ ഒരു വലിയ പാർട്ടി തുടങ്ങിയിരിക്കുന്നു. Indeed, as I viewed my own outlook towards the future, my passionate desire for success and wealth, I was conscious of the secret. So, ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? My passionate desire for success and wealth, അതായത് വിജയിക്കുക, അതുപോലെ തന്നെ പണം സമ്പാദിച്ചു കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. ഐ വാസ് കോൺഷ്യസ് ഓഫ് എ സീക്രട്ട് ഷെയിം. സോ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഹസൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം ഇതെല്ലാം ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു ആത്മനിന്ദ എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി. ഓൺ ദ ഫോളോവിങ് ഡേ വി ലോസ്റ്റ് 2 of our patients. സോ തൊട്ടടുത്ത ദിവസം ഞങ്ങളുടെ 2 പേഷ്യൻസിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അവർ 2 പേര് മരിച്ചുപോയി. It was Hasan himself who sewed the shrouds, who in his hoarse and hollow voice read aloud a short passage from the Ramayana before their bodies, wrapped in sailcloth with a weight at their feet, were cast overboard at midnight. സോ 2 പേര് മരിച്ചു. ആ 2 പേരുടെയും ബോഡി തുണിയിൽ പൊതിഞ്ഞു കെട്ടിയത് ഹസൻ തന്നെയാണ്. അതിനുശേഷം രാമായണത്തിൽ നിന്നുള്ള കുറച്ച് വരികൾ അദ്ദേഹം വായിക്കുകയും അവരുടെ കാലിൽ വലിയൊരു കല്ല് കെട്ടിയിട്ട്, അദ്ദേഹം വലിയൊരു ഭാരം കെട്ടിയിട്ട് ആ 2 ബോഡി കടലിലേക്ക് നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്തത് ഹസൻ തനിയെയാണ്. കടലിലേക്ക് എടുത്തെറിയുകയും ചെയ്തത് ഹസൻ തനിയെയാണ്. നോ ഫ്രഷ് കേസസ് ഡെവലപ്പ്. പുതിയ കേസുകളൊന്നും തന്നെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. And a week later, we anchored off Colombo. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കൊളംബോയിലെത്തി. Soon, the sick men had been taken off to the hospital. രോഗം ബാധിച്ചവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് എടുത്തു. Several of the patients showed signs of having passed the crisis. പല രോഗികളും ആ ക്രൈസിസ് പോയിന്റ് കഴിഞ്ഞതിൻ്റെ നല്ല ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അതായത് ക്രിട്ടിക്കൽ ഘട്ടം കഴിഞ്ഞതിൻ്റെ നല്ല ലക്ഷണങ്ങൾ, പോസിറ്റീവായിട്ടുള്ള സിംറ്റംസ് പല രോഗികളും, പോസിറ്റീവായിട്ടുള്ള ലക്ഷണങ്ങൾ പല രോഗികളും കാണിച്ചു തുടങ്ങി. But 3, helpless and delirious, a mass of running souls, were carried in the arms of Hasan. പക്ഷേ 3 പേര് വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഈ 3 പേരെയും ഹസൻ തൻ്റെ കൈകളിൽ താങ്ങിയെടുത്തുകൊണ്ടാണ് പോയത്. As we stood together, I saw that the Sarang's dark cheeks were wet with tears. സോ ആ സമയം ആ സരങ്ങിൻ്റെ ഹസൻ്റെ ഡാർക്ക് ചിക്സ്, അവൻ്റെ കറുത്ത കവിളുകൾ നനഞ്ഞ് ഒഴുകുന്നത് ഞാൻ അപ്പോൾ കണ്ടു. അയാൾ കരയുന്നത് ഞാൻ കണ്ടു. അവർ പാസേജ് ത്രൂ ദ ബേ ഓഫ് ബംഗാൾ വാസ് ബ്രീഫ് ആൻഡ് അൺഇവൻഫുൾ. സോ ഞങ്ങളുടെ ബേ ഓഫ് ബംഗാളിലൂടെയുള്ള യാത്ര വളരെ ശാന്തമായിരുന്നു. I had barely time to recover myself or to realize that the epidemic had been confined. സോ എനിക്ക് കൂടുതൽ സമയമെടുക്കേണ്ടി വന്നു ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് പുറത്തു വരാനായിട്ട്. ബിഫോർ വി വർ ആങ്കർഡ് അലോങ് ദ വേ അറ്റ് കൽക്കട്ട. സോ കൽക്കട്ടയിലെത്തി എത്തുന്നവരെ വേറെ ഫ്രഷ് കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. സഡൻലി അറ്റ് മൈ എൽബോ ഐ ഹേർഡ് ദ ഫെമിലിയർ ഷ്രില്ലിംഗ് ഓഫ് മിസ് ജോഫ് സ്മിത്ത്. ഓ ലുക്ക് റോണി. സോ വീണ്ടും ഞാൻ ജോഫ് സ്മിത്തിൻ്റെ സൗണ്ട് കേട്ടു. ലുക്ക് റോണി. റോണിയെ വിളിക്കുകയാണ്. റോണിയുടെ എന്തോ പറയണം. There's that absurd creature again. സോ ആ വൃത്തിയുടെ മനുഷ്യൻ നമ്മൾ വീണ്ടും കാണുന്നുവെന്ന് ജോഫ് സ്മിത്ത് തൻ്റെ സുഹൃത്തായ റോണിയോട് പറയുകയാണ്. Once more I followed their united gaze, and there again, down in the after hall, knocking out the hatch buttons to unload the baggage, was the object of the Hasan. So ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഹസൻ കപ്പലിൽ നിന്ന് ലോഡെല്ലാം ബാഗേജെല്ലാം താഴേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. The hand rest from Cheltenham swung around, bent her weight, her fascinations upon me. Where did you keep him during the entire voyage, Doctor dear?
in a special cage. സോ ആ സ്ത്രീ എന്നോട് ചോദിച്ചു, ഈ എൻറ്റയർ വോയേജിൽ, ഈ യാത്രയിൽ നിങ്ങൾ ഈ മനുഷ്യനെ എവിടെയാണ് ഒളിപ്പിച്ചത്? ഇനി ഏതെങ്കിലും സ്പെഷ്യൽ കേജ്, ഏതെങ്കിലും സ്പെഷ്യൽ കൂട്ടിലാണോ നിങ്ങൾ ഈ മനുഷ്യനെ ഒളിപ്പിച്ചതെന്ന് ജോബ് സ്മിത്ത് എന്നോട് ചോദിച്ചു. Silence, a vision of silence nobility rising before me. Yes, in a way, it was a cage, but it is not here, Miss Job Smith. The animals were all outside. So, ഞാൻ പറഞ്ഞു, അതെ, യെസ്, ഇൻ എ സ്പെഷ്യൽ വേ, അതൊരു കേജ് തന്നെയായിരുന്നു. പക്ഷേ ആ കേജിന് പുറത്തുള്ള ആളുകളായിരുന്നു യഥാർത്ഥത്തിൽ അനിമൽസ്. സോ അത് അനിമൽസ് വർ ഓൾ ഔട്ട്സൈഡ്. സോ ഇതിൽ നിന്ന് ഇദ്ദേഹം പറഞ്ഞു വരുന്നു, ആ കപ്പലിലുണ്ടായിരുന്ന ഹസൻ മാത്രം മനുഷ്യനും ബാക്കിയുള്ളവരെല്ലാം അനിമൽസ് ആയിരുന്നു. എസ്പെഷ്യലി ജോബ് സ്മിത്ത് അടക്കമുള്ള ആളുകൾ അനിമൽസ് ആണ് എന്നുള്ള ഒരു വ്യംഗ്യാർത്ഥം അല്ലെങ്കിൽ ആ ഒരു ഹിഡൻ മീനിങ് തന്നുകൊണ്ടാണ് എ.ജെ. ക്രോണിൻ ഈ ഒരു സ്റ്റോറിയുടെ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് വരാം. ആക്ടിവിറ്റീസിലേക്ക് വരുന്നതോടൊപ്പം തന്നെ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള 3 ക്യാരക്ടർ സ്കെച്ച് ഇവിടെ വരാം. ഒന്ന് ജോബ് സ്മിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, അത് ചോദിച്ചിട്ടുണ്ട്. ഇനി അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. അതുപോലെ രണ്ടാമത് ക്യാപ്റ്റൻ ഹംബിൾ, എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ക്യാപ്റ്റൻ ഹംബിൾ. ദെൻ അതുപോലെ മൂന്നാമത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ഈ ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ചിൽ ഹസൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉൾപ്പെടും. അതുപോലെ തന്നെ ഹിസ് ഔട്ട്ലുക്ക് ടുവാർഡ്സ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഔട്ട്ലുക്ക്, ഇതും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ചിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി തിങ്ക് ആൻഡ് റെസ്പോണ്ടിലേക്ക് വരാം. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണോ? യു ഹാവ് ടു റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഡു യു എഗ്രി വിത്ത് എ.ജെ. ക്രോണിൻസ് റിമാർക്ക് ദാറ്റ് അനിമൽസ് വർ ഓൾ ഔട്ട്സൈഡ്? വൈ? സോ എ.ജെ. ക്രോണിൻ്റെ റിമാർക്ക്, അതായത് പുറത്തുള്ളവരാണ് അനിമൽസ്, അതായത് ആ ഒരു റിമാർക്കിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ, എന്തുകൊണ്ട്? Do you think that A.J. Cronin should have reported the selfless efforts of Hassan to the authorities and recommended him for rewards and promotion? So, ഈ ഹസൻ്റെ സെൽഫ്ലെസ് ആക്ടിവിറ്റീസ് എ.ജെ. ക്രോണിൻ അതോറിറ്റീസിൻ്റെ അടുക്കെ റെക്കമെൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും റിവാർഡ്സ് മേടിച്ചു കൊടുക്കാനായിട്ട് എ.ജെ. ക്രോണിൻ ശ്രമിക്കുമോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? So, how is the worldview of the passengers in general different from that of different from that of Hassan? So, ഹസൻ്റെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും കപ്പലിലെ യാത്രക്കാരുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും തമ്മിൽ താരതമ്യം ചെയ്യുക. അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹസൻ്റെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വളരെ കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള പാസഞ്ചേഴ്സിൻ്റെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അത് നമുക്ക് എ.ജെ. ക്രോണിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം ജീവിക്കുന്ന എന്തിനാണ്? സക്സസിനും പണത്തിനും വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ജോബ് സ്മിത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, താനല്ലാതെ മറ്റുള്ളവരെല്ലാം സൗന്ദര്യമില്ലാത്തവരും ഒരു കഴിവുകെട്ടവരും ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ജോബ് സ്മിത്തും മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇതൊക്കെ ദാറ്റ് ഈസ് ദ ജനറൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പേഴ്സൺ ഹു ആർ ട്രാവലിംഗ് ഓൺ ബോട്ട്. അപ്പം ആ കാര്യം കൃത്യമായിട്ട് എഴുതുക. Why naturally it is me. These words show that Hassan is ever ready to shoulder any responsibility happily. Comment on Hassan's ability to volunteer at the time of an emergency. So ഹസൻ്റെ ആ ഒരു എബിലിറ്റി, ഈ എമർജൻസിയെ വളരെ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാനുള്ള ഹസൻ്റെ ആ ഒരു കഴിവിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദെൻ ആക്ടിവിറ്റി 2. സോ ലെറ്റർ റൈറ്റിംഗ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതണം. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസേഴ്സ് എഴുതി നിങ്ങൾ എനിക്ക് യു ഹാവ് ടു വാട്സ്ആപ്പ് മീ. ഓക്കെ, യു നോ ദാറ്റ് A.J. Cronin, the physician of the ship, is extremely impressed by the service of Hassan. Imagine that after the voyage, Cronin writes a letter to the director of the company which owns the ship Ranaganji, detailing the selfless service Hassan rendered during the voyage. He also requests the director to reward Hassan with a promotion in return for his service. Draft a letter which Cronin would write. സോ ക്രോണിൻ ഒരു ലെറ്റർ എഴുതുന്നതായിട്ട് വേണം നിങ്ങളിവിടെ ലെറ്റർ എഴുതാനായിട്ട്. അതായത് കപ്പലിൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ റനഗഞ്ചി എന്ന് പറയുന്ന ഷിപ്പിൻ്റെ ആ കമ്പനിയുടെ ഡയറക്ടറിന് A.J. ക്രോണിൻ ഹസൻ്റെ ഈ ഒരു സമയത്തെ പ്രവൃത്തികളെക്കുറിച്ച് എഴുതുകയാണ്. അപ്പോൾ അദ്ദേഹം A.J. ക്രോണിൻ ലക്ഷ്യം വയ്ക്കുന്ന ഹസന് കാര്യമായ ഫിനാൻഷ്യൽ റിവാർഡും അതുപോലെ തന്നെ ജോലിയിലുള്ള പ്രൊമോഷനും നൽകണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ലെറ്റർ A.J. ക്രോണിൻ ഡയറക്ടർക്ക് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. സോ പ്രിപ്പയർ എ ലെറ്റർ ഫോർ A.J. ക്രോണിൻ. ഓക്കെ, ഇനി ആക്ടിവിറ്റി 3, സ്പീച്ച്. ഇത് നിങ്ങൾ എനിക്ക് എഴുതി അയക്കേണ്ടതാണ്. ദ ഡയറക്ടർ ഓഫ് ദ കമ്പനി റിസീവ് ദ ലെറ്റർ ഫ്രം A.J. ക്രോണിൻ. സോ A.J. ക്രോണിൻ്റെ ലെറ്റർ കമ്പനി റിസീവ് ചെയ്തു. ഹി ഈസ് പ്ലീസ്ഡ് വിത്ത് ദ സർവീസ് റെൻറ്റേഡ് ബൈ ഹസൻ ത്രൂ ഔട്ട് ദ വോയേജ്. സോ അദ്ദേഹത്തിന് ഹസൻ്റെ പ്രവൃത്തികൾ ഇഷ്ടപ്പെട്ടു. ദേ അറേഞ്ച് എ സ്പെഷ്യൽ ഗെറ്റ് ടുഗദർ ഓഫ് ഓൾ ദ ഒഫീഷ്യൽസ് ആൻഡ് ക്രൂ ഓഫ് ദ ഷിപ്പ്. In that get-together, the managing director of the company announces that the company appreciates the service of Hassan and promotes him as the chief petty officer of the ship.
the director invites Hassan to speak a few words on this occasion. So imagine that you are Hassan. So Hassan promote ചെയ്ത് ചീഫ് പെറ്റി ഓഫീസറാക്കി മാറ്റാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. Imagine that you are Hassan and what would be your reaction and feeling at this moment? Draft a speech that you would deliver on the occasion. So ഈ സമയത്ത് you are Hassan and you are delivering a speech in return or while receiving the while receiving the award or the appreciation from the point of the director of the ship. Okay. സോ അതിനുശേഷം ഇവിടെ ഒരു റോൾ പ്ലേ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമില്ല, അത് നിങ്ങൾ വായിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആൻസേഴ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യുക. സോ thank you very much for watching my video. Please subscribe my channel and share my video with your friends, like and comment. Thank you very much for watching.